ഹലോ കൂട്ടുകാരെ, കൊച്ചു വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു വറുത്തരച്ച ചിക്കൻ കറി വെക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ ഒരു 10 ചെറിയ പീസ്, കുറച്ച് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, ഒരു 3-4 പച്ചമുളക്, ഒരു ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഒരു തക്കാളി, പിന്നെ അതിനാവശ്യമുള്ള തേങ്ങ ഒരു 2 ചെറിയ ഉള്ളി, ഒരു 3-4 കരിവേപ്പിലയും പൊടി വറുത്ത്, അതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നമ്മൾ വറുത്ത് അരയ്ക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് കടുകിട്ട് അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ചുവന്നുള്ളി, മൂന്നാല് പച്ചമുളക്, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തിയെടുക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ തീ വെച്ചിരിക്കുന്നത്. കുറച്ച് ഒന്ന് വരണ്ട് കഴിയുമ്പോൾ കുറച്ച് ഉപ്പിടണം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഇതിൻ്റെ കൂടെ ചേർത്ത് വരട്ടിയെടുക്കാം. കുറച്ച് വരട്ടിയിട്ട് കുറച്ച് ഒന്നും കൂടെ വരണം. നമുക്കിത് മൂടി വെക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കനുള്ള തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ നല്ല എണ്ണ പോലെ നല്ലവണ്ണം അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് ഈ വരട്ടിയ ഈ സവോള, തക്കാളി ഇതിലേക്ക് നമുക്ക് ചിക്കൻ പെറുക്കി കൊടുക്കാം. നമ്മൾ കുറച്ച് ചിക്കൻ ഇതിലേക്ക് പെറുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം നല്ലൊരു വേവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പെല്ലാം ചേർത്ത്, നമ്മൾ ഒത്തിരി ചാറ് പോലെ വെച്ചിട്ടില്ല, ചെറിയ ചാറ് മതി. അപ്പോൾ അരപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് ഇനി ഫുള്ളായിട്ടൊന്ന് തിളയ്ക്കുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ലോണം തിളച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി നമ്മൾ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ ചോറോ എന്തായിട്ട് വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു 3-4 കരിവേപ്പില അതിൻ്റെ മുകളിലിട്ടതാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തുകൊണ്ടും ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.